Welcome to class 11 physics for HSC, CBSE and ISC students. And this is chapter 10, mechanical properties of fluids. And today we see the famous Bernoulli's theorem. Bernoulli's theorem, class number P78. Bernoulli's theorem, +1 physics. And before studying Bernoulli's theorem, we have to understand the three forms of energy of a liquid. And before that, we have to understand what is streamline flow and turbulent flow. ഒഴുക്കിന് ലിക്വിഡിൻ്റെ ഫ്ലോയെ നമ്മൾ രണ്ടായിട്ട് പ്രധാനമായിട്ട് തരംതിരിക്കും. ഒന്ന് സ്ട്രീം ലൈനിൻ്റെ ഫ്ലോ, രണ്ടാമത്തെ ടർബുലൻ്റ് ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലൻ്റ് ഫ്ലോ നമുക്ക് ആദ്യം പറയാം. When a liquid flows, such that each particle of the liquid passing a point moves along the same path, has the same velocity as its predecessor, the flow is called a streamline flow. അതായത് ഒരു ലിക്വിഡ് ഒരു പൈപ്പിനകത്ത് ഒഴുകുകയാണ്. ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ അതിൻ്റെ പുറകെ വരുന്നതിൻ്റെ വെലോസിറ്റി വി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരം ഫ്ലോയെ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. ദ വെലോസിറ്റി അറ്റ് എവറി പോയിന്റ് ഓൺ ദി സ്ട്രീം ലൈൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരേ സ്ട്രീം ലൈനിൽ എല്ലാ പോയിന്റിലും ലിക്വിഡിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇത്തരം ഫ്ലോയിൽ. അപ്പം ലിക്വിഡ് ഒഴുകുമ്പോൾ ഒരു സ്ട്രീം ലൈനിൽ എല്ലാ പോയിന്റിലും പാർട്ടിക്കിളിൻ്റെ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഒന്ന് തന്നെയാണെങ്കിൽ അത്തരം മോഷനെ, ലിക്വിഡ് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ മോഷൻ, സ്ട്രീം ലൈൻ ഫ്ലോ. എ സ്ട്രീം ലൈൻ ഈസ് എ കർവ് ഓർ എ സ്ട്രൈറ്റ് ലൈൻ സച്ച് ദാറ്റ് ദ ടാൻജൻറ്റ് ടു ഇറ്റ് അറ്റ് എ പോയിന്റ് gives the direction of flow at that point. The streamline never cross each other. The closer the streamlines, the greater is the liquid velocity and vice versa. ഇപ്പോൾ ഒരു പൈപ്പിനകത്ത് ഒരു പൈപ്പ് നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിനൊരു വൈഡായിട്ടൊരു ഭാഗമുണ്ട്, ഇടുങ്ങിയ ഭാഗമുണ്ട്. സ്ട്രീം ലൈനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ ആ ഒരു ലൈനിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ വെലോസിറ്റി എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാത്രമല്ല വൈഡായിട്ടുള്ള ഭാഗത്ത് സ്ട്രീം ലൈനിൽ വെലോസിറ്റി കുറവായിരിക്കും. ഈ ഇടുങ്ങിയ ഭാഗത്ത് സ്ട്രീം ലൈനിന് വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ സ്ട്രീം ലൈൻ പരസ്പരം ക്രോസ് ചെയ്ത് കടന്നു പോകത്തില്ല. ഒന്ന് മറ്റൊന്നിനെ ഇങ്ങനെ കടന്ന് ബൈസെക്റ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് കടന്നു പോകത്തില്ല. സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് പോസിബിൾ only if the velocity of a liquid is less than certain value called critical velocity. അപ്പോൾ ഒരു പ്രത്യേക വെലോസിറ്റി ഉണ്ട്, ക്രിട്ടിക്കൽ വെലോസിറ്റി. ആ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് താഴെയാണ് ഈ ഫ്ലോ വെലോസിറ്റി എങ്കിൽ ആണ് ഈ ലിക്വിഡിൻ്റെ ഫ്ലോ സ്ട്രീം ലൈൻ ആകുന്നത്. ഇഫ് ദി വെലോസിറ്റി എക്സൈഡ്സ് ദിസ് വാല്യൂ ദ ഫ്ലോ ബിക്കം സിക്സാഗ്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന വെലോസിറ്റിക്ക് മുകളിൽ ഈ ലിക്വിഡ് ഫ്ലോ അതിൻ്റെ വെലോസിറ്റി കൂടിയാൽ ഉടനെ ഈ മോഷൻ സിക്സാഗാണ്. ദ പാത്ത് ആൻഡ് ദ വെലോസിറ്റി ഓഫ് എ ലിക്വിഡ് പാർട്ടിക്കിൾ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഹാപ്പസാർഡിലി. അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ലിക്വിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തോന്നിയപടിയായിരിക്കും. ദ ഫ്ലോ ഈസ് കോൾഡ് ടർബുലൻ്റ്. അപ്പോൾ ഈ ഒഴുക്കിൽ ഒരു ചിട്ടയുമില്ലെങ്കിൽ അത്തരം സിക്സാഗ് മോഷനെ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ രണ്ട് തരം മോഷനാണ്, സ്ട്രീം ലൈൻ മോഷനും ടർബുലൻ്റ് മോഷനും. അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് ദാറ്റ് വെലോസിറ്റി ഓഫ് എ ലിക്വിഡ് below which the motion is streamlined and above which the motion is turbulent. Critical velocity is that velocity of a liquid below which the motion of a liquid is streamlined and above which the motion is turbulent. If at every point the liquid flow velocity remains constant, that flow is called streamlined. And if there is no constancy of velocity, the flow is turbulent.
streamline flow of a liquid through a tube of varying thickness is shown in the figure. നമ്മൾ മുകളിൽ കണ്ടതാണ് പടത്തിൽ. ഇനി ഈ ക്രിട്ടിക്കൽ വെലോസിറ്റിയെ സ്ട്രീം ലൈൻ ഫ്ലോയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഖ്യയുടെ റൈനോൾഡ്സ് നമ്പർ എന്ന് പറയും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റൈനോൾഡ്സ് നമ്പർ RE എന്ന് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി R എന്ന് പറയാം. റൈനോൾഡ്സ് നമ്പർ ഈസ് എ dimensionless ratio which determines whether the fluid flow is streamline or turbulent. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ, ലിക്വിഡ് ഫ്ലോ സ്ട്രീംലൈൻഡ് ആണോ ടർബുലൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു സംഖ്യയാണ് ഈ റൈനോൾഡ്സ് നമ്പർ. വാട്ട് ഈസ് റൈനോൾഡ്സ് നമ്പർ? ഇറ്റ് ഈസ് ഗിവൺ ബൈ R ഈസ് ഈക്വൽ ടു റോ വി ആർ ബൈ ഈറ്റ. റോ വി ആർ ബൈ ഈറ്റ. റോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഡെൻസിറ്റി, വി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി, R ട്യൂബ് റേഡിയസ്, ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡ്. V is the terminal velocity of fluid flowing through the narrow tube of radius R. Rho density of fluid, liquid, eta is the coefficient of viscosity. If R Reynolds number less than 2000, the flow is streamline. If the number is this number is not a sharp, the number is not a sharp ബൗണ്ടറി. ഇതിന് കൃത്യമായിട്ട് ഒരു സംഖ്യ പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ R ലെസ് ദാൻ 2000 ആണെങ്കിൽ ആൾമോസ്റ്റ് ഇത് മോഷൻ സ്ട്രീം ലൈൻഡ് ആണ്. അതിന് മുകളിലാണെങ്കിൽ സ്ട്രീം ലൈൻഡ് അല്ല. വെൻ R ലൈസ് ഇൻ ബിറ്റ്വീൻ 1000 ആൻഡ് 3000 ദ ഫ്ലോ ഈസ് ടർബുലൻറ്റ്. അപ്പോൾ 1000 കഴിഞ്ഞാലും ചിലപ്പോൾ ഈ മോഷൻ ടർബുലൻ്റ് ആകും. ഇനി നമുക്ക് ബെർണോളിസ് തിയറാണ് പഠിക്കേണ്ടത്. ബെർണോളിസ് തിയറം പഠിക്കണമെങ്കിൽ ഈ ലിക്വിഡിൻ്റെ 3 എനർജി പഠിക്കണം. ഒരു ലിക്വിഡ് ഫ്ലോ അല്ലെങ്കിൽ ലിക്വിഡിന് 3 തരം എനർജി ഉണ്ട്. എനർജി ഓഫ് എ ലിക്വിഡ് ഹാസ് 3 ടൈപ്സ് ഓഫ് എനർജി. 3 തരം എനർജി ഉണ്ട് വൈൽ ഇൻ ഫ്ലോ, ഒഴുകുമ്പോൾ. ദാറ്റ് ഈസ് ലിക്വിഡ് ഹാസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു മോഷൻ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആൻഡ് പ്രഷർ എനർജി ഡ്യൂ ടു പ്രഷർ. അപ്പോൾ 3 തരം എനർജി ഉണ്ട്. KE, PE, PRE. PRE മീൻസ് പ്രഷർ എനർജി. എന്താണ് KE? KE കൈനറ്റിക് എനർജി of mass m of a liquid flowing with a velocity v is k is half m square. ഇപ്പോൾ നമ്മൾ സാധാരണ ലിക്വിഡ് ഒരു നിശ്ചിത മാസ് ലിക്വിഡ് m എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനി 1 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ k per unit mass 1 കിലോഗ്രാമിന് നമ്മൾ m1 ഇട്ടാൽ മതി, ഹാഫ് വി സ്ക്വയർ എന്ന് കിട്ടും, ഹാഫ് വി സ്ക്വയർ സിൻസ് m is 1. ഇനി k per യൂണിറ്റ് വോളിയം കാണണമെങ്കിൽ യൂണിറ്റ് വോളിയത്തിൻ്റെ മാസ് ഡെൻസിറ്റി കൊണ്ട് വിളിച്ചാൽ മതി. ആ ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. അത് നമുക്ക് കിട്ടുന്നത് ഹാഫ് റോ വി സ്ക്വയർ എന്നാണ്. ഹാഫ് റോ വി സ്ക്വയർ എം ബൈ, അവിടെ രണ്ടാമത്തെ പ്ലസ് വേണ്ട, സമാണ് അവിടെ, ഈക്വൽ സൈനാണ്. ഹാഫ് എം വി സ്ക്വയർ ബൈ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ വി സ്ക്വയർ. അത് കെ എഫ് യൂണിറ്റ് വോളിയം. നമുക്ക് യൂണിറ്റ് മാസിൻ്റെ കെ മതി. കെ എഫ് പെർ യൂണിറ്റ് മാസ് ഈസ് ഹാഫ് വി സ്ക്വയർ സിൻസ് എം ഈസ് 1. ഡെൻസിറ്റി റോ ഈസ് എം ബൈ വി. Now comes the potential energy of a liquid. P of a liquid of mass m at a height we know it is mgh. So P per unit mass gh. When we put m is 1. P per unit mass gh ആണ്. കാരണം ആ മുകളിലത്തെ ഇക്വേഷനകത്ത് എമ്മിൻ്റെ വാല്യൂ 1 ഇട്ടാൽ മതി. ഇനി P per യൂണിറ്റ് വോളിയം ആണെങ്കിൽ നമ്മൾ വോളിയം കൊണ്ട് ഹരിക്കണം. അപ്പോൾ m by v എന്നൊരു ടേം വരും, റോ ജി എച്ച്. ഇനി മൂന്നാമത്തെ എനർജിയെ വിളിക്കുന്നവരെ പ്രഷർ എനർജി. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇസ് ഗിവൺ ബൈ പി ബൈ റോ. PRE ഇസ് ഈക്വൽ പി ബൈ റോ. പി ബൈ റോ ആണ്, താഴെ റോ ആണ്, ഡെൻസിറ്റിയാണ്. ഇതിനാണ് ഫേമസ് ബെർണോളിസ് തിയറം. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു തിയറാണ്. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് incompressible, non-viscous and isotropic fluid in a streamline motion is constant throughout the displacement. That is total energy per unit mass. That is P by rho plus GH plus half E square is a constant. That is K plus PRE plus P plus K is equal to a constant. അതായത് ഒരു ഐസോട്രോപ്പിക് ഒരു ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്, നമുക്കത് കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നോൺ വിസ്കസ് ആണ്, വിസ്കോസിറ്റി ഇല്ല. അങ്ങനെയുള്ള ലിക്വിഡ് ഒഴുകുകയാണെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ ഈ 3 തരം എനർജിയും കൂട്ടിയാൽ
മൂന്ന് എനർജിയും PRE പ്ലസ് P പ്ലസ് K കൂട്ടിയാൽ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. PRE പ്ലസ് P പ്ലസ് K ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ Bernoulli's theorem. You see the theorem once again? Bernoulli's theorem states that the total energy of a small amount of incompressible, non-viscous and isotropic fluid in a streamline flow is a constant throughout the displacement. That is total energy per unit mass of fluid is a constant. P by rho, that is P by rho plus GH plus half V square is equal to a constant. That is PRE plus P plus K is equal to a constant. That is the Bernoulli's theorem. അപ്പോൾ അതിനൊരു പ്രൂഫുണ്ട്. Bernoulli's theorത്തിൻ്റെ പ്രൂഫ് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബ് വിചാരിക്കുകയാണ്. നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ താഴെ PQ ആണ് ട്യൂബ്, സെക്ഷൻ ഓഫ് ട്യൂബ്. പിയിൽ ഏരിയ ക്രോസ് സെക്ഷൻ A1 ആണ്, പ്രഷർ P1 ആണ്, വെലോസിറ്റി V1 ആണ്, V1. അതുപോലെ ക്യൂയിൽ പ്രഷർ P2 ആണ്, വെലോസിറ്റി V2 ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ A2 ആണ്. അപ്പോൾ ആ പൈപ്പിനെ പറ്റി, ലിക്വിഡ് ഒഴുകുന്ന പൈപ്പിൽ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. H1S2 ഹൈറ്റ്, H1S2 ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. Suppose an ideal liquid, ideal and incompressible liquid, an ideal liquid of density rho flowing in a tube PQ of non-uniform bore theorem in streamlined motion, the cross-sectional area of P and Q of the tube are A1 and A2, pressure is P1 and P2, and velocity is small v1 and v2. Small v1 and v2, you understand? v1 and v2. Let V volume, capital V ആണ്. അപ്പോൾ നേരത്തെ വെലോസിറ്റി സ്മോൾ V ആണ്, ഇത് ക്യാപിറ്റൽ V ആണ്. ലെറ്റ് ക്യാപിറ്റൽ V ദ വോളിയം ഓഫ് ലിക്വിഡ് ബി പമ്പ്ഡ്. ലെറ്റ് V വോളിയം ഓഫ് ലിക്വിഡ് ബി പമ്പ്ഡ് ഫ്രം P to Q. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ V വോളിയത്തെ പമ്പ് ചെയ്യാണ്. V വോളിയത്തിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റോ M ബൈ ക്യാപിറ്റൽ V ആണ്, സ്മോൾ M ബൈ ക്യാപിറ്റൽ V ആണ്, ക്യാപിറ്റൽ V. സോ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ്, ഈ വർക്കിന് PdV എന്ന് പഠിക്കുന്നതാണ്. PdV ഒരു സ്മോൾ വർക്ക്, ഇഫ് P is the pressure and dV is the change in volume, the work done on a gas is PdV. So if total change in volume is V, we can say the work done is PV. So at A, the work done is P1V. At P, the work done is P1V. At Q, work done is P2V. നമ്മൾ ആ 2 നോക്കുക, 2PQ ആണ്. ആ പിയിൽ നിന്ന് ക്യൂയിലേക്ക് V വോളിയം ലിക്വിഡിനെ, അല്ലെങ്കിൽ സ്മോളം കിലോഗ്രാം ലിക്വിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, പമ്പ് ചെയ്യാൻ. അപ്പോൾ താഴെ വേണ്ട വർക്ക് P1V ആണ്, മുകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വർക്ക് P2V ആണ്. അപ്പോൾ നെറ്റ് വർക്കാണ്, പമ്പ് ചെയ്യാനുള്ള നെറ്റ് വർക്കാണ്, ടോട്ടൽ വർക്ക്. ദാറ്റ് ഈസ് P1V മൈനസ് P2V. V പുറത്തേക്ക് എടുക്കും, P1 മൈനസ് P2 ഇൻറ്റു V, ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു M ബൈ റോ. കാരണം വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണല്ലോ. വോളിയം മാസ് ബൈ ഡെൻസിറ്റി, അതാണ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ ഈ സ്റ്റെപ്പ് മനസ്സിലാക്കുക. വെൻ എ വോളിയം V ഓഫ് ദ ലിക്വിഡ് ഈസ് പമ്പ്ഡ് ഫ്രം P to Q, the work done on the liquid is P1 minus P2 into V. വർക്ക് ഡൺ ഇൻക്രീസ് ദി എനർജി ഓഫ് ദി ഫ്ലൂയിഡ്. ഇങ്ങനെ വർക്ക് ചെയ്താൽ ആ ലിക്വിഡിൻ്റെ എനർജി കൂടും, കൈനറ്റിക് എനർജിയും കൂടും, പൊട്ടൻഷ്യൽ എനർജിയും കൂടും. എന്താണ് കൈനറ്റിക് എനർജി വർധനവ്? ഹിയർ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഇൻക്രീസ്, ഹെൻസ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ഇൻ P. മുകളിലുള്ളതിന് താഴത്തെ കുറക്കണം. mgh2 മൈനസ് mgh1, mg ഇൻറ്റു h2 മൈനസ് h1. ഇൻക്രീസ് ഇൻ K, അവസാനത്തെ കെയിൽ നിന്ന് ആദ്യത്തെ കെ കുറക്കണം. ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. റിമെമ്പർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ഇൻക്രീസ് ഇൻ എനർജി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ഇൻക്രീസ് ഇൻ P ആൻഡ് ഇൻക്രീസ് ഇൻ K. സോ വർക്ക് ഡൺ ഈസ് P1 മൈനസ് P2 ഇൻറ്റു M ബൈ റോ. And increase in P is mg into h1 minus h2. Increase in K is half m into V2 square minus V1 square. അപ്പോൾ ഈ ഇക്വേഷൻ ഇതുപോലെ നിങ്ങൾ ഓർത്ത് കൊള്ളണം. LHSൽ P1 മൈനസ് P2 എന്നാണ്. RHSൽ H2 മൈനസ് H1, 2 മൈനസ് 1 എന്നാണ്.
അതുപോലെ തന്നെ V2 മൈനസ് V1, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ആണ്. അപ്പോൾ LHSൽ 1 മൈനസ് 2 എന്നുള്ള ഓർഡറിൽ വരും. RHSൽ 2 മൈനസ് 1, 2 മൈനസ് 1 എന്നുള്ള ഓർഡറിലാണ്. ഇത് പ്രത്യേകം പഠിച്ചുകൊള്ളാം. എന്നിട്ട് ബ്രാക്കറ്റ് മാറ്റുക. അപ്പോൾ P1/ρ മൈനസ് P2/ρ ഈസ് ഈക്വൽ ടു M ക്യാൻസൽ ചെയ്യും ത്രൂ ഔട്ട്. GH2 മൈനസ് GH1 പ്ലസ് ഹാഫ് M V2 സ്ക്വയർ മൈനസ് ഹാഫ് V1 സ്ക്വയർ. നമ്മൾ 1 ഉള്ള സംഖ്യകളിൽ ഒരു സൈഡിൽ കൊണ്ടുവരിക, 2 ഉള്ളതിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഇപ്പോൾ P1/ρ പ്ലസ് GH1 പ്ലസ് ഹാഫ് V1 സ്ക്വയർ ഇസ് P2/ρ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ബോയ്സിലേക്ക് പഠിക്കുമ്പോൾ P1V1 ഈക്വൽ ടു P2V2 ആണെങ്കിൽ നമ്മൾ പറയും PV is equal to a constant. If P1V1 is equal to P2V2, then we say PV is a constant. Likewise, if P1/ρ plus GH1 plus half V1 square is P2/ρ plus GH2 plus half V2 square, then we can write P/ρ plus GH plus half V square is a constant. And this is Bernoulli's theorem. That is PRE, pressure energy, PRE plus P plus K is a constant. That is Bernoulli's theorem. With that, Bernoulli's theorem is over. And this can be also expressed in another form, dividing by G throughout. That is P/ρg plus H plus half V square by G is a constant. അങ്ങനെ കിട്ടും. വേറെ കോൺസ്റ്റൻ്റ് ആണിത്. ഇവിടെ ഫസ്റ്റ് ടേമിനെ വിളിക്കുന്ന പേരാണ്, ഫസ്റ്റ് ടേമിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രഷർ ഹെഡ്, സെക്കൻഡ് ടേമിനെ വെലോസിറ്റി, പ്രഷർ ഹെഡ് എച്ചിനെ അതിൽ ഗ്രാവിറ്റേഷണൽ ഹെഡ് എന്ന് പറയും. അല്ലെങ്കിൽ പറയാം നമുക്ക് ഫസ്റ്റ് ടേമിനെ പ്രഷർ ഹെഡ്, സെക്കൻഡ് ടേമിനെ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഹെഡ്, പിന്നെ വെലോസിറ്റി ഹെഡ് എന്ന് പറയും. 3 ഹെഡ് കൂട്ടിയാൽ 0 ആയിരിക്കും. ആ എച്ച് നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോയി P/ρg പ്രഷർ ഹെഡാണ്, V²/2g വെലോസിറ്റി ഹെഡാണ്. അപ്പോൾ രണ്ടും കൂട്ടിയാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് ഇസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ P കൂടിയാൽ അവിടെ V കുറയും. P കൂടിയാൽ ഏതെങ്കിലും പോയിന്റിൽ പ്രഷർ കൂടിയാൽ അവിടെ വെലോസിറ്റി കുറയും. എ പോയിന്റ് ഓഫ് മാക്സിമം വെലോസിറ്റി കറസ്പോണ്ട്സ് ടു മിനിമം പ്രഷർ ആൻഡ് വൈസ് വേഴ്സ. എ പോയിന്റ് ഓഫ് മാക്സിമം വെലോസിറ്റി കറസ്പോണ്ട്സ് ടു മിനിമം പ്രഷർ ഇൻ എ ലിക്വിഡ് ഫ്ലോ ആൻഡ് വൈസ് വേഴ്സ. അതിൻ്റെ മറിച്ചുമാകാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ബെർണോളിസ് തിയറം തെളിയിച്ചു. P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ്. ആ GH ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു ഹോറിസോണ്ടൽ പൈപ്പ്, take a horizontal pipe, GH is a constant, GH is taken to right side, then we get a P/ρ plus half V square is constant. എന്താണ് അർത്ഥം? Sum of two quantity, P/ρ plus half V square is a constant. Sum of two quantities is a constant. So if P increases, V will decrease, or if V increases, P will decrease. That is, in a liquid flow, a point of maximum velocity corresponds to minimum pressure and vice versa. നേരെ മറിച്ചു ആകാം. And this principle is called Bernoulli's principle. അപ്പോൾ ചോദിക്കാൻ, വാട്ട് ആർ Bernoulli's theorem and Bernoulli's principle? നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ രണ്ടും ഒന്നായിട്ട് പറയുമെങ്കിലും ചില ടെക്സ്റ്റിനകത്ത് ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കാറുണ്ട്. Bernoulli's theorem എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം, സം ഓഫ് ദി 3 എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയും. Bernoulli's principle എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന കാര്യമാണ്. എന്താണത്? എ പോയിന്റ് ഓഫ് മാക്സിമം വെലോസിറ്റി കറസ്പോണ്ട്സ് ടു മിനിമം പ്രഷർ ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെ പറയുന്നതാണ് Bernoulli's പ്രിൻസിപ്പിൾ. ഇങ്ങനെ 2 തരത്തിൽ ഇത് കാണാറുണ്ട്. പ്രിൻസിപ്പിളെന്നും തിയറെന്നും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസം തോന്നാറില്ലെങ്കിലും ഇവിടെ Bernoulli's തിയറത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആദ്യം പഠിച്ചതിന് 3 എനർജിയുടെ സം കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചതിൻ്റെ Bernoulli's തിയറമെന്നും ഇപ്പോൾ പറഞ്ഞ ഈ സെൻറ്റൻസ്, അതായത് നോക്കി ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ലിക്വിഡ് എ പോയിന്റ് ഓഫ് മാക്സിമം വെലോസിറ്റി കറസ്പോണ്ട്സ് ടു മിനിമം പ്രഷർ ആൻഡ് വൈസ് വേഴ്സ. അതിനെ Bernoulli's പ്രിൻസിപ്പിൾ എന്ന് പറയും. So these are the questions from this class. Essay type question, very important. State and prove Bernoulli's theorem. Question number 2, distinguish between streamline flow and turbulent flow. Question number 3, explain critical velocity. Question number 4, what is Reynolds number? Number 5, state Bernoulli's principle. So you don't confuse with Bernoulli's theorem. Bernoulli's theorem is written as something else. And that we read as, in a streamline liquid flow, a point of maximum velocity corresponds to minimum pressure and vice versa.
അപ്പോൾ ബെർണോളിസ് തിയറം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരെ നേരത്തെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഇമ്പോർട്ടൻ്റ് ഐഡിയ. ദാറ്റ് ഇസ് എ പോയിന്റ് ഓഫ് maximum velocity in a liquid flow corresponds to minimum pressure. That idea we sometimes call as Bernoulli's principle, and that is all with your 78th lecture. We continue our class. Thank you very much.